എവരിഡേ പൊടി, പഞ്ചസാര, ഇത് മറ്റേ മിൽക്ക് മെയ്ഡ് പോലത്തെ സാധനം. ഇത് ഫ്രഷ് ക്രീമാണ്. ഇതൊരു അര പാക്കറ്റ് ഒഴിക്കാം. കുറച്ച് ഒഴിച്ചടിക്കാം. ആദ്യം ഒരു അര പാക്കറ്റ് ഒഴിക്കാം. ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കാണിച്ച ഇൻഗ്രീഡിയൻസ് കൂടാതെ ഐസ്ക്രീം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു കവർ പാലും കൂടെ അടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 1.5 കവർ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഒരു കവറിൽ നിർത്തി. ഇപ്പം മധുരവും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കവർ പാലേ ഒഴിച്ചിട്ടുള്ളൂ. മിൽമ പാലാണ് ഒഴിച്ചേക്കണം. ബ്ലൂ കളറ് ചൂടാക്കിയിട്ടൊന്നുമില്ല, ചുമ്മാ ഒഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. മിൽക്ക് മെയ്ഡ് എടുത്തത് അതിൻ്റെ ചെറിയൊരു ടിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ ഒരു 3/4 ടിന്ന് ഒഴിച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും 3/4 ഒഴിച്ചത്, ഫുൾ എടുത്തിട്ടില്ല. അത് വേറൊരു ആവശ്യത്തിന് വെച്ചേക്കണോണ്ടാണ്. നിങ്ങൾക്ക് ഫുൾ ഒഴിക്കുക ഇത് രണ്ടും. ഞാൻ മാംഗോ സാഗോ ആണ് ഉദ്ദേശിച്ചത്. കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്, അടിയിലോട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാംഗോ സാഗോ സാധാരണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ചെറുതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഇപ്പോൾ വേവിച്ചിട്ടുണ്ട് ചവ്വരി. ഇനി ഇതിനെ പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടെടുക്കും. എന്നിട്ട് അതൊരു പായസം പോലെ, എന്നിട്ട് അതിനെ തണുപ്പിച്ച് എടുത്തിട്ട് മാങ്ങയും കൂടി ഇട്ട് എടുക്കും. പാല് കട്ടിയല്ലാതെ ഇത് കൂടി ഇട്ട് ഒരു പായസം പോലെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതിൽ വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് മാങ്ങയിട്ട് എടുക്കും. അമ്മ നോക്ക്, ഇതിട്ടിട്ട് പോയാൽ കരിയും. പാത്രം അത്ര ഒന്ന് തിളച്ചാൽ ഓഫ് ചെയ്യാം. ഹായ്, ഹലോ. അപ്പോഴേ ഈ ചാനലിൽ ഇതിപ്പോൾ രാത്രി ഒരു 9:30 ആയിട്ടുണ്ട്. ഈ ചാനലിൽ ഞാൻ അങ്ങനെ വീഡിയോ ഇടാറില്ല, വെട്ടമില്ല. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഉച്ചയ്ക്കാണ് വ്ളോഗ് എടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഷോർട്സൊക്കെ എടുത്തുള്ളൂ. ഇപ്പോൾ ഒരു മെമ്മറി കാർഡ് എടുത്തിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് നാളെ ആയിട്ട് ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 റെസിപ്പി ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന് മാംഗോ ഐസ്ക്രീമും, ഒന്ന് മാംഗോ സാഗോ പോലെ. മാംഗോ സാഗോയിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ വീഡിയോ എങ്ങനെയാണ് എടുത്തേക്കണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അത് ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു കവർ പാലെടുത്ത് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുക. ഒരു ചെറിയ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ അര കുപ്പി ഒഴിക്കുക. കുറച്ച് പഞ്ചസാര ഇടുക, മധുരം നിങ്ങൾക്ക് അനുസരിച്ച് ഇടുക. എന്നിട്ട് മധുരം ഇടുക. എന്നിട്ട് ഞാൻ പിന്നെ ഇട്ടത് ഒരു പാക്കറ്റ് എവരിഡേയുടെ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, പാൽപ്പൊടി, ഏതെങ്കിലും പാൽപ്പൊടി, ഒരു 10 രൂപയുടെ പാക്കറ്റിൻ്റെ അത്രയും വരുന്നത് ഇടുക. മിക്സ് ചെയ്യുക, നന്നായിട്ട് തിളപ്പിക്കുക. ഒന്ന് കുറുകി വന്നെന്ന് തോന്നുമ്പോഴത്തേക്കും ചവ്വരി വേവിച്ച് വെച്ചേക്കണത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ തിളപ്പിക്കുക. കരിഞ്ഞു പോകരുത്. ഞാൻ ചവ്വരി കുക്കറിലാണ് വേവിച്ചത്, അതുകൊണ്ട് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ എടുത്ത് മാറ്റി ഇതിലോട്ടാക്കിയപ്പോൾ പാലിലോട്ട് ഒഴിച്ചപ്പോൾ ഞാൻ അത് കരിഞ്ഞ ഭാഗം എടുക്കാതെയാണ് ചെയ്തേക്കണം. എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. നാളെ ഒരു 3-4 മണിക്കൂർ തണുപ്പിക്കുക. ഫ്രീസറിൽ വെക്കണമെന്നില്ല. എന്നിട്ട് 3-4 മണിക്കൂർ തണുപ്പിച്ചിട്ട് മാങ്ങ എടുത്ത് കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കുക. അതിനെയും തണുപ്പിക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്യുക, കഴിക്കുക. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല. നാളെ ഞാനത് പറ്റുമെങ്കിൽ വ്ളോഗ് എടുത്ത് ചെയ്യാം. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. മാക്സിമം ഞാൻ അത് ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നാളെ. പിന്നെ ഐസ്ക്രീം അറിയാമല്ലോ, ഐസ്ക്രീം ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഐസ്ക്രീം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊരു ഒരു പാക്കറ്റിൻ്റെ 195 രൂപയുടെ 200 രൂപയ്ക്കകത്ത് കിട്ടുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. 1/4 ഭാഗം കൂടെ ഞാൻ എടുത്തേനെ, പക്ഷേ അത് അമ്മയ്ക്ക് വേറെ എന്തോ ഉണ്ടാക്കാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വെച്ചതാണ്. പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ 1/4 കുപ്പി ഒഴിച്ചിട്ടുണ്ട്. ഒരു കവർ പാലൊഴിച്ചിട്ടുണ്ട്. പഞ്ചസാര ഒരു ചെറിയ കപ്പ്, അതായത് നോർമൽ കപ്പിൽ അര കപ്പ്, അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ്, നോർമൽ നമ്മൾ സാധാരണ ചായ കുടിക്കില്ലേ, ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന സാധാരണ കപ്പ്, അതിൽ അര കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ പാലായി, പഞ്ചസാരയായി, വിപ്പിംഗ് ക്രീമായി, മിൽക്ക് മെയ്ഡായി, എവരിഡേ പാക്കറ്റ് ഉണ്ടല്ലോ, അതായത് പാൽപ്പൊടി 2 10 രൂപയുടെ പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടി അടിച്ചെടുക്കുക. നിങ്ങളുടെ സൗകര്യത്തിന് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിക്കുക, അല്ലെങ്കിൽ പാല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് അടിക്കുകയൊക്കെ ചെയ്യാം. പാൽ അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ ഈ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പാല് ചേർത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാല് അല്ലാതെ ആഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരു കവർ പാല്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചേർക്കാൻ നിന്നിട്ടില്ല. പിന്നെ മാങ്ങ എടുത്ത് ഒരു 6-7 മാങ്ങ എടുക്കാം. എന്നിട്ടും എൻ്റെ ഇതിന് കളറില്ല. നിങ്ങൾക്ക് കളറുള്ള മാങ്ങ കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് വലിയ ലൈറ്റ് കളർ മാങ്ങയാണ്. അപ്പോൾ അതിനൊരു 6-7 എണ്ണം എടുക്കുക, മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. കുറച്ച് പഞ്ചസാര ഞാൻ അതിലിട്ടിട്ടുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര. കാരണം പുളിയുള്ള മാങ്ങയാണ്, മധുരവും പുളിയും കൂടെ ഉള്ള മാങ്ങയായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനെ അടിച്ചെടുക്കുക. ഇതിനെ രണ്ടും കൂടെ മിക്സ് ചെയ്യുക. കുറച്ച് ആദ്യം അടിച്ച മിക്സ് ഉണ്ടല്ലോ, പാലും ഫ്രഷ് ക്രീമും എല്ലാം കൂടെ, വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒക്കെ ഇട്ട് അടിക്കുന്ന, അതിന് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കണം. ഒരു 1.5 ഗ്ലാസ് അളവിന് മാറ്റി വെച്ചിട്ട് വേണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ ഇത് മാറ്റി വെച്ചതും ഫ്രിഡ്ജിലാണല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു ഐസ്ക്രീമിൻ്റെ ഒരു സെമി കൺസിസ്റ്റൻസി വരും. കറക്റ്റ് വരില്ല, എന്നാലും ഒരു പകുതി ഇതായി കാണും. അപ്പോൾ അതിനെടുത്ത് ഈ മാംഗോയുടെ ഇതിൽ നമ്മൾ മാംഗോയും ഐസ്ക്രീമും കൂടെ, അതായത് ഈ വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഫുള്ള് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ വൈറ്റ് കളർ ഐസ്ക്രീം പോലെ നമ്മൾ മാറ്റി വെച്ചതിനെയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനാണ് കുറച്ച് സ്പീഡാക്കിയത് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ച് ഒരു 7-8 മണിക്കൂർ തണുപ്പിച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് കാഷ്യൂനട്ടും ബദാമും കൂടെ നിങ്ങൾക്ക് മിക്സിയിൽ നേരത്തെ പറഞ്ഞ ക്രീമും എവരിഡേ പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം അടിക്കുന്ന സമയത്ത് അരച്ച് ചേർക്കാവുന്നതാണ്. കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അതിട്ടിട്ടില്ല. ഇനി നാളെ ഞാൻ ഇപ്പോൾ ഫ്രീസറിൽ ഞാൻ അത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ അത് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇപ്പോൾ അത് ടേസ്റ്റ് ചെയ്തവർ പറഞ്ഞത് കൊള്ളാം, കുഴപ്പമില്ല, കുറച്ച് പുളിയുണ്ട്, പുളിയുള്ള ഐസ്ക്രീം കഴിച്ച പോലെ ഉണ്ട് എന്നാണ്. തണുപ്പില്ലായിരുന്നു, അത് ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്തപ്പോൾ അതൊന്ന് കൊടുത്തതേ ഉള്ളൂ ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് 2 റെസിപ്പി. അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യും, അതുകൊണ്ട് കോൺഫിഡൻ്റ് ആണ് ഞാൻ വീഡിയോ ഇടുന്നതിൽ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. പിന്നെ
പിന്നെ പിന്നെ യോഗ ക്ലാസ്സിന് പോകാൻ വേണ്ടി പോകുന്നുണ്ട്. അത്യാവശ്യം വണ്ണമുണ്ട്. അപ്പോൾ വണ്ണം ഒന്ന് കുറയ്ക്കാനും ഹെൽത്തി ആവാനും മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഓക്കെ ആവാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് യോഗ ക്ലാസ്സിന് ചേരാൻ വേണ്ടി ഇരിക്കുവാണ്. വീട്ടിൽ യോഗ ചെയ്ത് നോക്കി, അത് അത്ര അങ്ങോട്ട് ശരിയാവുന്നില്ല. അതായാലും മതിയായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ക്ലാസ് നല്ലതാണ്. അപ്പോൾ അതിനൊന്ന് ചേരണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വ്ളോഗാക്കി, അതായത് നാളത്തെയും കൂടെ ഡേ എടുക്കുമ്പോഴേ, ഇന്നിപ്പോൾ രാത്രിയായി 9 മണിയൊക്കെ ആയി. അപ്പോൾ നാളത്തെയും കൂടെ വ്ളോഗ് കംപ്ലീറ്റ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് യോഗ ക്ലാസ്സും ചിലപ്പോൾ ഞാൻ ചേർന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മറ്റേ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കാണിച്ച് നിർത്താം. രാവിലെ ഉറക്കണീറ്റാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഞാൻ ലേറ്റായിട്ട് കഴിക്കുന്ന ആളാണ്, അതുകൊണ്ട് അറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കേരള റെസിപ്പീസോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അത്യാവശ്യം ഹിന്ദി അറിയാം, അതുകൊണ്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാം. ഈ 2 ഐസ്ക്രീമിൽ വൈറ്റാ യെല്ലോയാ പൊന്നൂസിന് ഇഷ്ടപ്പെട്ട? വൈറ്റാ? രണ്ടും ഇഷ്ടപ്പെട്ട. ഓക്കെ. ഇതാണ് ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അത്യാവശ്യം ശരിയായിട്ടുണ്ട്. ഇത് കുറച്ച് അലിഞ്ഞതാണ് ഞാൻ എടുത്തിട്ട് വന്നത്. അലിഞ്ഞിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.